ഇവിടെ പ്രേക്ഷകർ അടുത്ത വാർത്ത ഈ ബീഫ് ഫെസ്റ്റിനെതിരെ MSF രംഗത്ത്. കേരളത്തിൽ ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിക്കേണ്ട സാഹചര്യമില്ല. ബീഫ് വിളമ്പിയാൽ മുസ്ലിം ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താനാകില്ല. ബീഫ് കഴിക്കാത്തവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കണം. വിശ്വാസികളെല്ലാം RSS അല്ലെന്നും MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫിന്റെ കുറിപ്പ് വന്നിരിക്കുന്നു. ആകാശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുള്ളത്. ആകാശെ, ഒരു സിനിമയുടെ ട്രെയിലറൊക്കെ ഉണ്ടാക്കിയ പുകില്, ആ സിനിമയുടെ ട്രെയിലറിനെ ചൊല്ലിയുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ബീഫ് ഫെസ്റ്റ് അടക്കം സംഘടിപ്പിച്ചതെന്ന് തോന്നുന്നു. ഈ നജാഫിന്റെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, നമുക്കറിയാം കേരള സ്റ്റോറിയുടെ ട്രെയിലർ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധവും കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ട്രോളുകൾക്കും ഒക്കെ ഇടയാക്കിയ ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് SFI ക്യാമ്പസുകളിൽ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിനാണ് ഇപ്പോൾ MSF തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് ആണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് പങ്കുവച്ചത്. കുറിപ്പിന്റെ വിശദാംശം ഇങ്ങനെയാണ്: ബീഫ് ഫെസ്റ്റിവൽ നടത്തിയാൽ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇക്ലിപ്പെടുത്താമെന്നും ഒപ്പം നിർത്താമെന്നും തെറ്റിദ്ധാരണ CPM-ന് ഇപ്പോഴും ഉണ്ടോ എന്നൊരു ചോദ്യവുമായാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. വിശ്വാസവും വർഗീയതയും കമ്മ്യൂണിസ്റ്റുകാരനും ഒരുപോലെയാണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. വിശ്വാസികളെല്ലാം വർഗീയവാദികളാണെന്ന ധാരണ സൃഷ്ടിക്കുന്നത് ശരിയല്ല. RSSനെ നേരിടാൻ സാധാരണ ഹൈന്ദവ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതും അംഗീകരിക്കാനാവില്ല. കേരളത്തിലെ ഹൈന്ദവരിൽ ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട്. കഴിക്കുന്നവർ കഴിക്കട്ടെ, പക്ഷെ അത് നിഷിബ്ധമാണ്. വിശ്വാസപൂർവ്വം കരുതുന്ന ഒരു ചെറിയ വിഭാഗം വിശ്വാസികളാണെങ്കിൽ അവരെ നാം ബഹുമാനിക്കണം. വ്യക്തമാണ്. ഇപ്പൊ നജാഫിന്റെ കുറിപ്പിൽ നജാഫിന് തോന്നിയ കാര്യങ്ങൾ നജാഫ് പറയുന്നത്. പക്ഷെ ഇവിടെ കേരളത്തിൽ ആരെങ്കിലും വിശ്വാസത്തിന്റെ പേരിലൊക്കെ ബീഫ് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ഇഷ്ടമല്ലാത്തവരായിരിക്കും കഴിക്കാതിരിക്കുന്നത്. ബീഫ് കഴിക്കാൻ ഇഷ്ടമല്ല, താല്പര്യമില്ലാത്തവർ കഴിക്കുന്നില്ല. അതിനപ്പുറം കഴിക്കുന്നവരൊക്കെ വിശ്വാസത്തിന്റെ പേരിലോ ഒരു വിശ്വാസമൊക്കെ ബീഫിന്റെ പേരിലുള്ളതായിട്ട് എനിക്ക് ഒരു അറിവില്ല. നജാഫ് അങ്ങനെ കരുതുന്നു. നജാഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. നമുക്ക് മറ്റ്